الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. بسم الله الرحمن الرحيم. وأن هذا صراطي مستقيما فاتبعوه ولا تتبعوا السبل فتفرق بكم عن سبيله ذلكم وصاكم به لعلكم تتقون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പകർത്തി തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണമേ എന്ന് എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നിയമനിർദ്ദേശങ്ങളെല്ലാം കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പകർത്തി ജീവിക്കുന്ന സത്യവിശ്വാസികളിൽ അവൻ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരന്മാരെ, സഹോദരിമാരെ, അന്ത്യപ്രവാചകരായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അളവറ്റ് സ്നേഹിക്കണമെന്നും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം നിലനിൽക്കുന്നതിലാണ് ഒരു മനുഷ്യന്റെ ഈമാൻ നിലകൊള്ളുന്നത് എന്നൊക്കെ കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ സംസാരിച്ചു. സ്വന്തം ശരീരത്തെക്കാൾ ഏറെയാണ് നമ്മളൊക്കെ നമ്മുടെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കേണ്ടത്. പരിശുദ്ധ ഖുർആൻ ആ കാര്യം ഓർമ്മപ്പെടുത്തിയതൊക്കെ കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ പറയുകയുണ്ടായി. അല്ലാഹു തആല ഓർമ്മപ്പെടുത്തിയത് അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ നഫ്സിനേക്കാൾ ഏറ്റവും അടുത്ത ആളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നാണ് ഖുർആൻ പ്രവാചകനെ കുറിച്ച് നമുക്ക് പരിചയപ്പെടുത്തി തന്നത്. അഥവാ നാം നമ്മുടെ ശരീരത്തെ ഏത് രൂപത്തിൽ കാണുന്നോ അതിനേക്കാൾ ഏറെ നമുക്ക് ബന്ധവും സ്നേഹവും പ്രാധാന്യവുമൊക്കെ നമ്മൾ കണക്കാക്കേണ്ടത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അവിടുത്തെ ആശയങ്ങൾക്കും ആദർശങ്ങൾക്കുമൊക്കെയാണ് എന്നതാണ് പരിശുദ്ധ ഖുർആൻ ആ വിവരിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ ഈമാൻ പൂർണ്ണമാവണമെങ്കിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം ഓരോ വ്യക്തിയുടെയും മനസ്സിൽ നിലനിന്നുകൊണ്ടേയിരിക്കണം.
എങ്കിൽ മാത്രമേ അവർക്ക് ഈമാൻ അവകാശപ്പെടാൻ അർഹതയുള്ളൂ എന്നതാണ് ആ ആയത്തിലൂടെയൊക്കെ അല്ലാഹു തആല നമ്മെ പഠിപ്പിച്ചത്. എങ്ങനെയാണ് പ്രവാചകനെ സ്നേഹിക്കേണ്ടത് അതും കൃത്യമായി മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. മൻ അഹബ്ബ സുന്നത്തി ഫഖദ് അഹബ്ബനി വമൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന. എന്റെ ചര്യ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ ഞാൻ ജനങ്ങളോട് കൽപ്പിച്ചത് സ്വീകരിക്കാനും ഞാൻ ജനങ്ങളോട് വിരോധിച്ചത് കൈയൊഴിയാനും, അങ്ങനെ എന്റെ ചര്യ ജീവിതത്തിൽ പകർത്താൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഫഖദ് അഹബ്ബനി, അവനാണ് എന്നെ സ്നേഹിച്ചവൻ. ആ നിലക്ക് എന്നെ സ്നേഹിച്ചാൽ വമൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന, അങ്ങനെ എന്നെ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ അവൻ എന്നോടുകൂടെ സ്വർഗത്തിലായിരിക്കുമെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ സൂചിപ്പിച്ചു, ഈ പ്രവാചകന്റെ ആശയം ഉൾക്കൊണ്ടതുകൊണ്ട് തന്നെ മഹാന്മാരായ സ്വഹാബത്തൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നതിലും പ്രവാചകന്റെ ചര്യ പിൻപറ്റുന്നതിലും പ്രവാചകൻ വിരോധിച്ച കാര്യങ്ങളൊക്കെ കൈയൊഴിക്കുന്നതിലും വളരെയേറെ കണിശത പുലർത്തിയ ആളുകളായിരുന്നു മഹാന്മാരായ സ്വഹാബത്ത്. നമുക്കറിയാം, സ്വഹാബത്തിന്റെ ജീവിത ചരിത്രങ്ങൾ മൊത്തത്തിൽ നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആശയങ്ങളും ആദർശങ്ങളും എന്താണോ പ്രവാചകൻ സമൂഹത്തെ പഠിപ്പിച്ചത് എങ്കിൽ അത് കൃത്യമായി ഉൾക്കൊള്ളാനും, എന്താണോ പ്രവാചകൻ അവരോട് വിരോധിച്ചത് എങ്കിൽ അത് കൃത്യമായി കൈയൊഴിയാനും അവരൊക്കെ തയ്യാറായിരുന്നു. സാമ്പിളിന് നിങ്ങളൊരു ഉദാഹരണം നോക്കൂ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരാൾ കയറി വരുന്നു. അയാളുടെ കയ്യിൽ ഒരു സ്വർണ്ണാഭരണം ധരിച്ചിട്ടുണ്ട്. കൈയിന്റെ വിരലിൽ അയാൾ ഒരു സ്വർണത്തിന്റെ മോതിരം ധരിച്ചിട്ടുണ്ട്. അദ്ദേഹം കയറി വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് നല്ല ഭാഷയിൽ അദ്ദേഹത്തോട് ഉപദേശിച്ചു കൊടുത്തു. മോനെ, ഈ സ്വർണ്ണാഭരണം ഉപയോഗിക്കുക എന്നുള്ളത് എന്റെ ഉമ്മത്തിൽപ്പെട്ട പുരുഷന്മാർക്ക് അത് അനുവദനീയമല്ല, അതുകൊണ്ട് ഇനി അത് എടുത്തേക്ക് എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കയ്യിൽ നിന്ന് എടുക്കുകയും അങ്ങോട്ട് ഇടുകയും ചെയ്തു. അങ്ങനെ അല്പസമയം കഴിഞ്ഞ് പ്രവാചകൻ അവിടെ നിന്ന് പോയതിന്റെ ശേഷം ഈ വ്യക്തിയോട് ഒരാൾ പറയുന്നു, അത് കയ്യിൽ ധരിക്കണ്ട എന്നല്ലേ ഉള്ളൂ, അത് പ്രവാചകൻ അങ്ങോട്ട് എടുത്തിട്ടു, നീ അത് എടുത്ത് കൊണ്ടുപോയി വീട്ടിൽ വെച്ച് ഉപകരിച്ചോ എന്ന് അദ്ദേഹത്തോട് പറയുമ്പോൾ അദ്ദേഹം ആ കൂടിയ ആളുകളോട് പറയുന്ന ഒരു മറുപടി ഹദീത്തുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. വല്ലാഹി ലാ ആഖുദു അബദ, സത്യമായും ഞാൻ ഒരിക്കലും ഇനി ആ മോതിരം എടുക്കുകയില്ല. എന്തുകൊണ്ട്? വഖത്തറാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേണ്ട എന്ന് പറഞ്ഞ് അങ്ങോട്ട് ഇട്ട മോതിരം ഇനി എന്ത് തന്നെയായാലും എനിക്കതിന് ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ രൂപത്തിൽ പ്രവാചകന്റെ അധ്യാപനങ്ങൾക്ക് വില കൽപ്പിച്ചവരായിരുന്നു മഹാന്മാരായ സ്വഹാബത്ത്. ഏത് രംഗങ്ങൾ നമ്മൾ പരിശോധിച്ചാലും സ്വഹാബത്തിന്റെ ജീവിത ചരിത്രത്തിലൊക്കെ നമ്മൾ എടുത്തു പരിശോധിച്ചാൽ ധാരാളം ഇതുപോലെ പ്രവാചകൻ എന്താണോ കൽപ്പിക്കുന്നത് അത് അവിടെ നിൽക്കാനും, പ്രവാചകൻ എന്താണോ വിരോധിച്ചത് കൃത്യമായി വിരോധനയായി ഉൾക്കൊള്ളാനും അവരൊക്കെ തയ്യാറായിരുന്നു. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ അവരെക്കുറിച്ച് റളിയല്ലാഹു അൻഹും വറളു അൻ, അവരെക്കുറിച്ച് അള്ളാഹു തൃപ്തിപ്പെട്ടിട്ടുണ്ട്, അള്ളാഹിനെ കുറിച്ചും തൃപ്തിപ്പെട്ടവരാണ് എന്ന് പരിശുദ്ധ ഖുർആൻ അവരെക്കുറിച്ച് പറഞ്ഞതും അതുകൊണ്ടാണ്. ആ രൂപത്തിലുള്ള മഹാന്മാരായ സ്വഹാബത്ത് മഹാനായ പ്രവാചകനെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ ലോകത്താർക്കും തന്നെ സാധ്യമല്ല. അതേ രൂപത്തിലുള്ള സ്നേഹമാണ് മഹാന്മാരായ സ്വഹാബത്തൊക്കെ പ്രവാചകനെ സ്നേഹിച്ചിരുന്നത്. പക്ഷേ നാം ആലോചിക്കേണ്ടത്, ഇന്ന് പ്രവാചക സ്നേഹത്തിന്റെ പേരിൽ പ്രവാചകന്റെ ചര്യയിൽ നിന്നെല്ലാം ആളുകൾ അകന്നുകൊണ്ടിട്ട് എന്തൊക്കെയോ ബിദ്അത്തുകളും അതുപോലുള്ള കാട്ടിക്കൂട്ടലുകളുമൊക്കെ സമൂഹത്തിലേക്ക് കൊണ്ടുവന്ന് അതാണ് പ്രവാചക സ്നേഹം എന്ന് സമൂഹത്തിൽ പഠിപ്പിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്കാണ് നമ്മുടെ സമൂഹം മൊത്തത്തിൽ എത്തിയിട്ടുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പ്രവാചകന്റെ സുന്നത്തിന് ഒരു നിലയും വിലയും കൽപ്പിക്കാതെ, പ്രവാചകൻ പഠിപ്പിച്ച അധ്യാപനങ്ങൾക്കൊന്നും ഒരു വിലയും കൽപ്പിക്കാതെ, പ്രവാചകൻ എന്താണോ വിരോധിച്ചത് അത് കൃത്യമായി ജീവിതത്തിൽ പകർത്തിയിട്ടാണ് പ്രവാചകനോട് സ്നേഹം പല ആളുകളും അവകാശപ്പെടുന്നത്. ഈ രൂപത്തിലാണ് ഇന്ന് സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നത്. എത്രത്തോളം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നബിദിനം എന്ന് പറയുന്ന ഒരു പ്രത്യേകമായ പുണ്യദിനമുണ്ടെന്നും ആ ദിനം ലൈലത്തുൽ ഖദറിനേക്കാൾ മഹത്തായ ദിനങ്ങളാണ് എന്നുമൊക്കെയാണ് പറഞ്ഞു പരത്തിക്കൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ഇസ്ലാമിക പ്രമാണങ്ങളിൽ അങ്ങനെയൊന്നും അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതല്ല, മഹാന്മാരായ സ്വഹാബത്തും അങ്ങനെയൊന്നും കാണിച്ചു തന്നതുമല്ല.
എന്നാൽ ആ ലൈലത്തുൽ ഖദറിനേക്കാളേറെ മഹത്വം നിറഞ്ഞ ദിവസമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജനിച്ച ദിവസമെന്നും അതുകൊണ്ട് അന്ന് പ്രത്യേകമായ പുണ്യമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയാ സമൂഹത്തിലേക്ക് ബിദ്അത്തുകൾ ആളുകൾ കൊണ്ടുവരികയാണ്. ഇതല്ല സത്യത്തിൽ പ്രവാചക സ്നേഹം എന്ന് പറയുന്നത്. മഹാന്മാരായ സ്വഹാബത്ത് പ്രവാചകനെ സ്നേഹിച്ചിട്ടുണ്ട്. അവിടുത്തെ ജീവിതത്തിൽ, ആ സ്വഹാബത്തിന്റെ ജീവിതത്തിൽ പ്രവാചകന്റെ ചര്യകളെല്ലാം കൃത്യമായി പാലിച്ചുകൊണ്ടാണ് അവരൊക്കെ പ്രവാചകനെ സ്നേഹിച്ചത് എങ്കിൽ ഇന്ന് സുബഹി നിസ്കരിക്കാത്ത ആൾക്ക് പോലും പ്രവാചകനോട് വല്ലാത്ത സ്നേഹമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, രാവിലെ എണീറ്റിട്ട് സുബഹി നിസ്കരിച്ചിട്ടുണ്ടാവുകയില്ല, എന്നാലും അയാൾ പ്രവാചകനെ സ്നേഹിക്കാൻ അയാളും മുന്നിലാണ്. അല്ലെങ്കിൽ അയാളുടെ പാൻസ്, അല്ലെങ്കിൽ അയാളുടെ ധരിച്ചിരിക്കുന്ന വസ്ത്രം നെരിയാണിയുടെ താഴെയാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി വിരോധിച്ചതാണ്. വസ്ത്രം നെരിയാണിയുടെ താഴോട്ട് എടുക്കാൻ പാടില്ല, അത് നരകത്തിലേക്കുള്ള പോക്കാണ് എന്ന് പ്രവാചകൻ കൃത്യമായി വിരോധിച്ചു. എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ ആ സമ്പ്രദായം ഒഴിവാക്കണമെന്ന് പറഞ്ഞിട്ട് പ്രവാചക സ്നേഹത്തിന് വരുന്ന ആളുകളുടെ വസ്ത്രം നോക്കിയാൽ പ്രവാചകനെതിരായ രൂപത്തിൽ നമ്മൾ കാണുന്നു. രാവിലെ എണീറ്റിട്ട് സുബഹി നിസ്കരിച്ചോ എന്ന് ചോദിച്ചാൽ പല ആളുകളും സുബഹി നിസ്കരിക്കാതെ, അല്ലെങ്കിൽ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെ ഖളാ ആക്കിയിട്ട് നിസ്കരിക്കുന്ന ആളുകൾ. അവനിക്ക് തോന്നുമ്പോൾ എണീക്കുന്നു, എന്നിട്ട് അവനിക്ക് തോന്നുമ്പോൾ നിസ്കരിക്കുന്നു. ഈ നിസ്കാരം നിസ്കരിച്ചിട്ട് അവനും അവകാശപ്പെടുന്നു ഞാനും പ്രവാചകനോട് സ്നേഹമുള്ളവനാണ് എന്ന്. അതുപോലെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ജീവിതത്തിൽ മഹാനായ പ്രവാചകൻ വിരോധിച്ച സകല പ്രവൃത്തികളും അവന്റെ സാമൂഹിക ജീവിതത്തിലൊക്കെ ഉണ്ടാകും. അവന്റെ ക്രിയവിക്രയത്തിലുണ്ടാകും, അവന്റെ ഇടപാടുകളിലുണ്ടാകും. അങ്ങനെ അവൻ മുന്നോട്ടു പോകുന്ന ഏതൊക്കെ മേഖലകളുണ്ടോ ആ മേഖലകളിലൊക്കെ പ്രവാചകന്റെ സുന്നത്തിന് എതിര് കാണിച്ചിട്ട് അവനും അവകാശപ്പെടുന്നു ഞാൻ പ്രവാചകനോട് എനിക്ക് വല്ലാത്ത സ്നേഹമാണ്. പലിശക്ക് നിരന്തരം പലിശക്ക് കൊടുക്കുന്ന ആളായിരിക്കും, അല്ലെങ്കിൽ നിരന്തരം പലിശ വാങ്ങുന്ന ആളായിരിക്കും. എന്നിട്ടും റബീഉൽ അവ്വൽ 12 വരുമ്പോൾ അയാൾക്കും പ്രവാചകനോട് വല്ലാത്ത സ്നേഹമാണ്. ഈ രൂപത്തിൽ സ്നേഹിക്കുന്ന ആളുകളാണ്. അതുകൊണ്ടാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹമല്ല ഇത് എന്ന് പറയാനുള്ള കാരണവും അതാണ് എന്ന് കൃത്യമായി നമ്മളൊക്കെ മനസ്സിലാക്കുക. മഹാന്മാരായ സ്വഹാബത്ത് പ്രവാചകനെ സ്നേഹിച്ചിരുന്നു. നമുക്കൊക്കെ അറിയാം, പ്രവാചകനോടുള്ള സ്വഹാബത്തിന്റെ സ്നേഹം പോലെ ഒരാൾക്കും പ്രവാചകനെ സ്നേഹിക്കാൻ സാധ്യമല്ല. ആ രൂപത്തിലുള്ള മഹാന്മാരായ സ്വഹാബത്ത് ജീവിച്ചിട്ട് അവരാരും ഇതുപോലെ റബീഉൽ അവ്വൽ 12 വരുന്ന സമയത്ത് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ആഘോഷങ്ങൾ നടത്തിയിട്ട് എന്തെങ്കിലുമൊക്കെ ബിദ്അത്തുകൾ കൊണ്ടുവന്നിട്ട് പ്രവാചകൻ കൽപ്പിച്ച ആശയത്തിനെതിരായി അവരാരും പ്രവർത്തിച്ചിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പ്രവാചകന്റെ വഫാത്തിന് ശേഷം 30ഓളം വർഷം ഖുലഫാഉർ റാഷിദുകളുടെ ഭരണം നടന്നിരുന്നു. മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു 2 വർഷവും, ഉമർ റളിയല്ലാഹു അൻഹു 10 വർഷവും, ഉസ്മാൻ റളിയല്ലാഹു അൻഹു 12 വർഷവും, അലി റളിയല്ലാഹു അൻഹു 6 വർഷവും ഖിലാഫത്ത് നടത്തി. 30ഓളം വർഷം പ്രവാചകന്റെ ഉത്തമരായ സ്വഹാബത്ത് ഖിലാഫത്ത് നടത്തിയ കാലഘട്ടമായിരുന്നു. ആ കാലഘട്ടത്തിലൊന്നും നബിദിനം എന്ന പേരിൽ ഒരു ആചാരം ആ കാലഘട്ടത്തിലൊന്നും ഉണ്ടായിട്ടില്ല. എന്ന് മാത്രമല്ല, അവിടുന്ന് അങ്ങോട്ട് നോക്കൂ നിങ്ങൾ, പ്രവാചകന്റെ ഖലീഫമാരുടെ ശേഷം പ്രവാചകന്റെ പത്നിയായ ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകനെ അതിരറ്റ് സ്നേഹിച്ച വ്യക്തിത്വമായിരുന്നു. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകൻ വഫാത്തായി 40ഓളം വർഷം കഴിഞ്ഞതിന്റെ ശേഷമാണ് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ വഫാത്താകുന്നത്. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ ഏതെങ്കിലും ഒരു വർഷം വരുമ്പോൾ ഇതെന്റെ പ്രിയപ്പെട്ട പ്രവാചകന്റെ ജന്മദിനമാണ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ദിവസം എന്തെങ്കിലും ആചാരങ്ങൾ കൊണ്ടുവരാൻ മഹദി ആയിഷ റളിയല്ലാഹു അൻഹ പ്രേരിപ്പിക്കുകയോ അതേ രൂപത്തിൽ ആരെങ്കിലും കൊണ്ടുവരികയോ ചെയ്തതായി ചരിത്രത്തിലെവിടെയും നമുക്ക് കാണാൻ സാധ്യമല്ല. ഇനി സ്വഹാബത്തിന്റെ കാലഘട്ടത്തിന് ശേഷം നിങ്ങൾ നോക്കൂ, മഹാന്മാരായ താബികളുടെ കാലഘട്ടമുണ്ടായിരുന്നു. അതിന്റെ ശേഷം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പ്രഗത്ഭരായ മദ്ഹബിന്റെ 4 ഇമാമുകളുടെ കാലഘട്ടമുണ്ടായിരുന്നു. ഈ കാലഘട്ടത്തിലൊന്നും ഇസ്ലാമിലില്ലാത്തൊരാചാരമാണ് ഇങ്ങനെയുള്ള പ്രത്യേകമായ രൂപത്തിൽ പ്രവാചക ജന്മദിനം ആഘോഷിക്കുക എന്നത്. അതുകൊണ്ട് തന്നെ മഹാനായ പ്രവാചകന്റെ ഒരു പ്രത്യേക നിർദ്ദേശമുണ്ട്, മൻ അഹ്ദഥ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. പ്രവാചകൻ അന്ന് കൃത്യമായി സമൂഹത്തോട് പഠിപ്പിച്ചതാണ്, മൻ അഹ്ദഥ ഫീ അംരിനാ ഹാദാ, നമ്മുടെ ഈ ദീനിന്റെ കാര്യത്തിലേക്ക് ആരെങ്കിലും പുതുതായി വല്ലതും കൊണ്ടുവരികയാണെങ്കിൽ ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടണം, അതാരും നിങ്ങളാരും സ്വീകരിക്കരുത്, അത് നിങ്ങൾ തള്ളണമെന്ന് മഹാനായ പ്രവാചകൻ കൃത്യമായി പഠിപ്പിച്ചിട്ട് ആ വാക്കുകൾക്കൊന്നും ഒരു വിലയും കൽപ്പിക്കാതെയാണ്
പ്രവാചക സ്നേഹം പല ആളുകളും അവകാശപ്പെടുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇതിനെല്ലാം ന്യായം പറയാറുള്ളത് അത് നല്ലതല്ലേ ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത് എന്നതാണ്. സഹോദരന്മാരെ, നാം മനസ്സിലാക്കേണ്ടത് നല്ലതെന്ന് നമുക്ക് തോന്നുന്നത് മുഴുവൻ ഇസ്ലാം നല്ലതായി നമ്മോട് പറയുന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പലപ്പോഴും നിങ്ങൾ കേട്ടിരിക്കും, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ പ്രവാചകന്റെ വീട്ടിൽ പ്രവാചകന്റെ ആരാധനയെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് 3 ആളുകൾ കടന്നു വരുന്നു. അവർ പ്രവാചകന്റെ വീട്ടിലുള്ള അവസ്ഥകളൊക്കെ ചോദിച്ച് അവർ വീട്ടിൽ നിന്ന് പുറത്തു പോകുന്ന സമയത്ത് അവർ പ്രതിജ്ഞ എടുക്കുന്നു, ഇനി ഞാൻ എന്നും രാത്രി നിസ്കരിക്കുകയായിരിക്കും. മറ്റൊരാൾ പ്രതിജ്ഞ എടുക്കുന്നത്, ഞാൻ എന്നും നോമ്പുകാരനായിരിക്കും, എല്ലാ ദിവസവും ഇനി ഞാൻ നോമ്പ് നോൽക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. മറ്റൊരാൾ പ്രതിജ്ഞ എടുക്കുന്നത്, ഞാൻ ഇനി വിവാഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം വിവാഹം ചെയ്താൽ അത് കുടുംബജീവിതവുമായിട്ടൊക്കെ മുന്നോട്ട് പോകേണ്ടി വരും, അതെനിക്ക് ഇബാദത്തിന് തടസ്സം വരും, അതുകൊണ്ട് അള്ളാഹുവിനിക്ക് ഞാൻ കുറച്ച് കൂടുതൽ ഇബാദത്ത് എടുക്കണം, അതുകൊണ്ട് ഞാൻ വിവാഹമൊന്നും നടത്തുന്നില്ല. ഇവര് പ്രതിജ്ഞ എടുത്തത് നമ്മുടെ ഭാഷയിൽ നോക്കിയാൽ ഈ പ്രതിജ്ഞയിൽ ഒരു കുഴപ്പവും കാണുകയില്ല. കാരണം അള്ളാഹുവിനു വേണ്ടി നിസ്കരിക്കുക എന്നതാണ് ഒരാൾ പ്രതിജ്ഞ എടുക്കുന്നത്. അയാൾ രാത്രി കുറെ സമയം നിസ്കരിച്ചു എന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അല്ലെങ്കിൽ എന്നും നോമ്പെടുക്കുന്ന ഒരാൾ എന്നതുകൊണ്ട് അയാൾ അള്ളാഹുവിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് അയാൾ അത് ചെയ്യുന്നത്, അയാൾ നോമ്പെടുക്കുന്നു. മറ്റൊരാൾ വിവാഹം ചെയ്യുന്നില്ല, വിവാഹം ചെയ്യാതിരിക്കാൻ കാരണം അയാൾ പറയുന്നത് അത് ഇബാദത്തിന് തടസ്സമാകും എന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെ പ്രതിജ്ഞ എടുത്ത് പോയ ആളുകൾ പ്രവാചകൻ ഈ വിവരം അറിയുന്ന സമയത്ത് പ്രവാചകൻ പറയുന്നത് നോക്കൂ, ഇതൊരിക്കലും നിങ്ങൾ പ്രതിജ്ഞ എടുത്ത് ഈ രൂപത്തിൽ നിങ്ങൾ ജീവിക്കാൻ പാടില്ല. എന്നിട്ട് പ്രവാചകൻ അവരോട് പറഞ്ഞു കൊടുക്കുന്നു, അമാ വല്ലാഹി ഇന്നി ലാ അഖ്ശാകും ലില്ലാഹി വഅതഖാകും ലഹു, ഞാനാണ് അള്ളാഹുവിനെ കൂടുതൽ പേടിക്കുന്ന, അള്ളാഹുവിനിക്ക് കൂടുതൽ തഖ്വ ചെയ്യുന്ന മനുഷ്യൻ ഞാനാണ്. ഞാൻ രാത്രിയിൽ നിസ്കരിക്കുന്നുണ്ട്, ഉറങ്ങുന്നുണ്ട്. ഞാൻ ചില ദിവസങ്ങളിൽ നോമ്പെടുക്കും, ചില ദിവസങ്ങളിൽ നോമ്പെടുക്കാറില്ല. അതുപോലെ ഞാൻ വിവാഹം ചെയ്തിട്ടുണ്ട്. ഈ രൂപത്തിലാണ് എന്റെ ചര്യ. എന്നിട്ട് പ്രവാചകൻ അവരോട് പറയുന്നു, ഫമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി, ഞാൻ പഠിപ്പിച്ച ചില ആശയങ്ങളും ആദർശങ്ങളും ഒക്കെയുണ്ട് ഇവിടെ. ഇതിനപ്പുറമായി എന്റെ സുന്നത്ത് വിട്ടിട്ട് വേറെ വല്ലതിലേക്കുമാണ് താല്പര്യമെങ്കിൽ ഫലൈസ മിന്നി, അവനൊന്നും എന്റെ കൂട്ടത്തിൽ എണ്ണപ്പെടാൻ പറ്റുകയില്ല എന്നാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് കൃത്യമായി പഠിപ്പിച്ചു കൊടുത്തത്. അതുകൊണ്ട് തന്നെ മതത്തിലേക്ക് ബിദ്അത്തുകൾ കടന്നു വരുന്നത് പ്രവാചകൻ കർശനമായി വിരോധിച്ചത് ഹദീസുകളിൽ ധാരാളം നമുക്ക് കാണാൻ സാധിക്കും. എല്ലാ ഖുത്ബകളിലും നിങ്ങളൊക്കെ കേൾക്കുന്നതാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ഖുത്ബയിലും സമൂഹത്തെ ബോധിപ്പിച്ച ഒരു കാര്യമാണ്, വശറൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല. നമ്മളൊക്കെ എപ്പോഴും കേൾക്കുന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഖുത്ബയിൽ നിരന്തരമായി ആളുകൾക്ക് സമൂഹത്തിൽ നല്ലതല്ല എന്ന് വിചാരിച്ചിട്ട് സമൂഹത്തിൽ ബിദ്അത്തുകൾ കടന്നു വരാതിരിക്കാൻ വേണ്ടി ഓരോ ഖുത്ബയിലും പ്രത്യേകമായി പ്രവാചകൻ അവിടെ നിന്ന് ഉപദേശം കൊടുത്തിരുന്നു. പ്രവാചകൻ പറയുന്നു, വശറൽ ഉമൂരി മുഹ്ദസാതുഹാ, കാര്യങ്ങളിൽ ഏറ്റവും മോശപ്പെട്ടത് പുതുതായി കൊണ്ടുവരുന്ന കാര്യങ്ങളായിരിക്കും. എന്നിട്ട് പ്രവാചകൻ പറയുന്നു, വകുല്ല ബിദ്അത്തിൻ ളലാല, അങ്ങനെ പുതുതായി കൊണ്ടുവരുന്ന എല്ലാ ബിദ്അത്തുകളും അത് വഴികേടിലാക്കാണ് പോകുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കാനും, ഈ ദീനിന്റെ കാര്യത്തിൽ ആരെങ്കിലും പുതുതായി വല്ലതും കൊണ്ടുവരികയാണെങ്കിൽ അതൊക്കെ തള്ളപ്പെടാനും കൃത്യമായി മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചുകൊണ്ടാണ് ഇവിടെ നിന്ന് നമ്മോട് വിട പറഞ്ഞത്. തന്നെയുമല്ല, അവിടുന്ന് അവസാനം പറയുന്ന ഒരു ഹദീത്ത് നമുക്ക് കാണാൻ സാധിക്കും, ബിദ്അത്തുകൾ നാളെ പരലോകത്ത് വരെ മനുഷ്യനിക്ക് അത് തീരാ നഷ്ടത്തിന് കാരണമാക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചുകൊണ്ടാണ് നമ്മോട് വിട പറഞ്ഞത്. അവിടുന്ന് പറയുന്നത്, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീത്തിൽ നമുക്ക് കാണാം, ഇന്നി ഫറതുകും അലൽ ഹൗൽ മൻ മറ അലയ്യ ശരിബ വമൻ ശരിബ ലം യൽമ അബദ, ഞാൻ നാളെ പരലോകത്ത് ഹൗലുൽ കൗസറിന്റെ അടുത്തുണ്ടാകും. നിങ്ങളുടെ മുമ്പായിട്ട് ഞാൻ ഹൗലുൽ കൗസറിന്റെ അടുത്ത് അവിടെ ഉണ്ടാകും. ആ ഹൗലുൽ കൗസറിൽ നിന്ന് വരുന്ന ആളുകൾക്ക് വെള്ളം കുടിക്കാനുള്ള അവസരമുണ്ടാകും. ആ സമയത്ത് അതിൽ നിന്ന് ആരെങ്കിലും വെള്ളത്തിന് വരുമ്പോൾ ഞാൻ അവർക്ക് വെള്ളം എടുത്തു കൊടുക്കും. ആ വെള്ളത്തിൽ നിന്ന് ആരെങ്കിലും കുടിച്ചാൽ പിന്നീട് ഒരിക്കലും അവർക്ക് ദാഹം എന്നതുണ്ടാവുകയില്ല. അത്രയും മഹത്തായ ഒരു പാനീയമാണ് ഹൗലുൽ കൗസറിലെ വെള്ളം എന്ന് പറയുന്നത്. എന്നിട്ട് പ്രവാചകൻ ആ ഹദീസിൽ പറയുന്നത് നോക്കൂ, ലയരിദന്ന അലയ അഖ്വാമുൻ ആരിഫുഹും വയാരിഫൂനനി, അങ്ങനെ വെള്ളം കൊടുക്കുന്ന സമയത്താണ് ചില ആളുകൾ അങ്ങോട്ട് വെള്ളത്തിന് വേണ്ടി വരും. ആ വരുന്ന സമയത്ത് തുമ്മ യുഹാലു ബൈനി വബൈനഹും, എന്റെയും അവരുടെയും ഇടയിൽ ഒരു തടസ്സം സൃഷ്ടിക്കപ്പെടുന്നു.
അവർക്ക് എന്റെ അടുത്തേക്ക് വരാൻ അനുവാദം നൽകപ്പെടുന്നില്ല. ഈ സമയത്ത് ഫാഖൂലു ഇന്നഹും മിന്നി, ഞാൻ പറയും അവർ എന്റെ സമൂഹത്തിൽപ്പെട്ടവരാണല്ലോ, അവരിങ്ങോട്ട് വന്നിട്ട് വെള്ളം കുടിച്ചോട്ടെ എന്ന അർത്ഥത്തിൽ ഞാൻ പറയുമ്പോൾ മലക്കുകളുടെ ഭാഗത്തിൽ നിന്ന് എന്നോട് പറയപ്പെടുന്നത് ഇന്നക ലാ തദ്രി മാ അഹ്ദതു ബഅദക, നബിയെ തങ്ങൾക്കറിയില്ല തങ്ങളുടെ വഫാത്തിന് ശേഷം തങ്ങളുടെ മതത്തിലേക്ക് പലതും കടത്തിക്കൂട്ടി ബിദ്അത്തുകൾ കൊണ്ടുവന്ന ആളുകളാണ്, അങ്ങനെയുള്ള ആളുകളാണ് അവർക്ക് ഈ വെള്ളം കുടിക്കാൻ അർഹതയില്ല എന്ന് പറയുന്ന സമയത്ത് ഫാഖൂലു സുഹ്കൻ സുഹ്കൻ ലിമൻ വയ്യറ ബഅദി, പ്രവാചകൻ അവിടെ വെച്ച് പറയുന്നത് എന്റെ ശേഷം എന്റെ മതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയ ആളുകൾക്ക് അവർ റഹ്മത്തിൽ നിന്ന് അകന്നു പോകുന്ന അവസ്ഥയാണ് എന്ന് പ്രവാചകൻ അവിടെ വെച്ച് പറയുമെന്നൊക്കെ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതായിരിക്കും ബിദ്അത്തുകൾ സമൂഹത്തിലേക്ക് കൊണ്ടുവന്നാൽ, ബിദ്അത്തുകൾ മതത്തിലേക്ക് കൊണ്ടുവന്നാലുള്ള അവസ്ഥ എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ പ്രവാചക സ്നേഹം എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് എന്താണോ എടുക്കാൻ വേണ്ടി കൽപ്പിച്ചത് അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നമുക്കൊരു കണിശതയുണ്ടാവണം. തിങ്കളാഴ്ച നോമ്പ് നോൽക്കാൻ പ്രവാചകൻ കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ സാധിക്കുന്ന ആളുകളൊക്കെ അതിന് തയ്യാറാവണം. അല്ലാതെ തിങ്കളാഴ്ച നബിദിനം വന്നാൽ അന്നീഷ് നിറച്ചിട്ട് പ്രവാചകന്റെ സുന്നത്തൊക്കെ അങ്ങോട്ട് മാറ്റിവെച്ചിട്ട് വയറ് നിറച്ചിട്ട് അവനും പറയുന്നു എനിക്ക് പ്രവാചകനോട് വല്ലാത്ത താല്പര്യമാണെന്ന്. ഇതൊരു രൂപത്തിൽ പറയുകയാണെങ്കിൽ ഇതൊക്കെ പ്രവാചകനോടുള്ള ഒരു അവഹേളനമാണ് എന്നാണ് അതിനെക്കുറിച്ചൊക്കെ പറയാൻ സാധിക്കുക. അതുകൊണ്ട് പ്രവാചകൻ പിന്നീട് നമ്മോട് പറഞ്ഞ ഒരു കാര്യം കൂടി നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അവിടെ നിന്ന് പറയുന്നു മൻ യഅ്ശു മിൻകും ഫസയറ ഇഖ്തിലാഫൻ കസീറ, നിങ്ങൾ പിൽക്കാലത്ത് ജീവിക്കുമ്പോൾ പല രൂപത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങൾ കാണും. ആ സമയത്ത് പ്രവാചകൻ നമ്മോട് പറയുന്നത് ഫഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാഇർ റാഷിദീൻ, ആ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് എന്റെയും എന്റെ ഖുലഫാഉർ റാഷിദുകളായ 30ഓളം വർഷം ഭരണം നടത്തിയ പിൽക്കാലക്കാരായ സ്വഹാബത്തിനെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞു. ഫഅലൈക്കും ബിസുന്നതി, നിങ്ങൾ എന്റെ ശരിയ ഉൾക്കൊള്ളാൻ ശ്രദ്ധിക്കണം. വസുന്നതിൽ ഖുലഫാഇർ റാഷിദീൻ, എന്റെ ശേഷം ഖിലാഫത്ത് നടത്തുന്ന ഖലീഫമാരുടെ മാതൃകയും നിങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറാവണമെന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രവാചകൻ നമ്മോട് വിട പറഞ്ഞത്. ആ ഖലീഫമാരുടെ ഒന്നും ജീവിതത്തിൽ ഇല്ലാത്തൊരു കാര്യമാണ് മതത്തിലേക്ക് പുതുതായി കൊണ്ടുവന്നതാണ് ഇത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സുന്നത്തുകൾ വിസ്മരിച്ചുകൊണ്ട് സ്നേഹം അവകാശപ്പെടുന്നതിന് ഒരിക്കലും അർത്ഥമില്ല. പ്രവാചകന്റെ സുന്നത്തുകൾ എന്ന് പറയുമ്പോൾ പ്രവാചകൻ നമ്മോട് പല കാര്യങ്ങളും നിർബന്ധമായും സുന്നത്തായിട്ടുമൊക്കെ കൽപ്പിച്ച പല കാര്യങ്ങളുമുണ്ട്. അതൊന്നും ഗൗനിക്കാതെ അതിനൊന്നും ഒരു വിലയും കൽപ്പിക്കാതെ പ്രവാചക സ്നേഹം എന്ന് പറയുന്നത് കേവലം ബാലിശമാണ് എന്നതാണ് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത്. ഒരു കവി പറയുന്നത് കാണാം, ലൗകാന ഹുബ്ബുക സ്വാദിഖൻ ലാ തഅതഹു, നിന്റെ സ്നേഹം യാഥാർത്ഥ്യമായിരുന്നുവെങ്കിൽ, പ്രവാചകനോട് നിനക്കുള്ള ഇഷ്ടം അത് യാഥാർത്ഥ്യമായിരുന്നുവെങ്കിൽ നീ ചെയ്യേണ്ടതിൽ അത്തഅതഹു, നീ ആ പ്രവാചകനെ കൃത്യമായി അനുസരിക്കുമായിരുന്നു. കാരണം ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുത്തിയു, ഒരാൾ മറ്റൊരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ മനുഷ്യൻ എന്തൊക്കെയാണ് ഇവനോട് പറയുന്നത് എങ്കിൽ അത് കൃത്യമായി ഉൾക്കൊള്ളാൻ അവൻ തയ്യാറാകും. അത് തയ്യാറാവാതെ ചിലതിലൊക്കെ ഒരു ഒഴിഞ്ഞു മാറിയിട്ട് എനിക്ക് അയാളോട് ഇഷ്ടമാണ് എന്ന് പറയുന്നത് അത് കാപട്യമാണ് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും. ഇതുകൊണ്ടാണ് നമ്മളൊക്കെ പ്രവാചകന്റെ സുന്നത്തിനോട് താല്പര്യം കാണിക്കണമെന്ന് കൃത്യമായി സമൂഹത്തോട് മൊത്തത്തിൽ ആവശ്യപ്പെടുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, തിങ്കളാഴ്ച ദിവസത്തെ നോമ്പിനെ കുറിച്ച് പ്രവാചകനോട് ചോദിക്കപ്പെട്ടു, എന്താണ് തിങ്കളാഴ്ച നോമ്പ് സുന്നത്താവാൻ കാരണം എന്ന് ചോദിച്ചപ്പോൾ അവിടെ നിന്ന് പറഞ്ഞ മറുപടി ഫീഹി ഉലിത്തു, അന്നാണ് എന്നെ പ്രസവിക്കപ്പെട്ടത് എന്നാണ്. തിങ്കളാഴ്ച ദിവസം പ്രവാചകനെ പ്രസവിക്കപ്പെട്ടതിന്റെ പേരിൽ അന്ന് പ്രത്യേകമായി നോമ്പ് നോൽക്കണമെന്ന് പഠിപ്പിച്ചിട്ട് ആ നോമ്പിനിക്കൊന്നും ഒരു വിലയും സമൂഹം കൽപ്പിക്കുന്നില്ല. എന്നിട്ടാണ് പ്രവാചകനോടുള്ള സ്നേഹങ്ങളൊക്കെ അവകാശപ്പെട്ടുകൊണ്ടുവരുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പരലോകത്ത് വിജയത്തിന് ആവശ്യമായ മുഴുവൻ കാര്യങ്ങളും ഈ സമൂഹത്തെ പഠിപ്പിച്ചുകൊണ്ടാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മിൽ നിന്ന് ഇവിടെ പറഞ്ഞു പോയിട്ടുള്ളത്. പഠിപ്പിക്കാൻ ബാക്കിയായിട്ടൊന്നും പ്രവാചകൻ ഇവിടെ വെച്ചിട്ടില്ലായിരുന്നു, മുഴുവൻ പഠിപ്പിച്ചുകൊണ്ടാണ്. എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, മാ തറക്തു ശൈഅൻ യുഖരിബുക്കും ഇലല്ലാഹി വയുബ്ഇദുക്കും അനിന്നാരി ഇല്ലാ വഖദ് അമർതുക്കും ബി, നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് അടുക്കാനുള്ള മുഴുവൻ കാര്യങ്ങളും നരകത്തിൽ നിന്ന് നിങ്ങളെ ദൂരെയാക്കാനും അള്ളാഹുവിലേക്കും സ്വർഗത്തിലേക്കും നിങ്ങൾക്ക് അടുക്കാനുമുള്ള മുഴുവൻ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തന്നുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് പോകുന്നത് കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ടാണ്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മിൽ നിന്ന് വിട പറഞ്ഞത്. അതുകൊണ്ട് നമ്മളൊക്കെ കൃത്യമായി ശ്രദ്ധിക്കേണ്ടത് പ്രവാചകന്റെ സുന്നത്തുകളെക്കുറിച്ച് പഠിക്കാനും പ്രവാചകൻ നമ്മോട് എന്താണോ കൽപ്പിച്ചത് അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ളതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അതിനേക്കാണ് നമ്മളൊക്കെ മുൻതൂക്കം കൊടുക്കേണ്ടത്. അങ്ങനെ പ്രവാചകനോട് ആ രൂപത്തിൽ പിൻപറ്റുമ്പോഴാണ് പ്രവാചകനോടുള്ള യഥാർത്ഥമായ സ്നേഹമുണ്ടാകുന്നത്. വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നത് നോക്കൂ, വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമൻ ഫത്തബിഉ. നിങ്ങൾക്കിതാ ഞാൻ ഇവിടെ ഒരു മാർഗം കാണിച്ചു തന്നിട്ടുണ്ട്. പ്രവാചകനോട് പറയാൻ വേണ്ടിയിട്ട് അല്ലാഹു തആല പറയുകയാണ്, വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ, ഇതാണ് എന്റെ മുസ്തഖീമായ റൂട്ട്. ഞാൻ നിങ്ങൾക്കൊരു റൂട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. ആ റൂട്ടിലാണ് പിൽക്കാലത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, പ്രവാചകന്റെ സ്വഹാബത്തൊക്കെ ജീവിച്ചത് ആ ഒരു റൂട്ടിലാണ്. നിങ്ങൾക്ക് ആ റൂട്ടിനെ കൃത്യമായി മനസ്സിലാക്കുകയും ആ റൂട്ടിനെ ഫത്തബിഉ, നിങ്ങൾ ആ റൂട്ട് പിൻപറ്റുകയും വേണം. വല്ലാതെ വലാ തത്തബിഉ സുബുൽ, നിങ്ങൾ മറ്റ് മാർഗങ്ങളിലേക്ക് പിൻപറ്റിപ്പോവരുത്. അങ്ങനെ പിൻപറ്റിപ്പോയാൽ ഫതഫറഖ ബിക്കും അൻ സബീലി, ഈ നേരായ റൂട്ടിൽ നിന്ന് നിങ്ങളെല്ലാം തെറ്റിപ്പോകുന്ന അവസ്ഥ നിങ്ങൾക്കുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ അടിസ്ഥാനമാക്കേണ്ടത് അള്ളാഹുവിന്റെ റസൂലിനെയും അവിടുത്തെ സ്വഹാബത്തിനെയുമാണ്. ആ പ്രവാചകനും സ്വഹാബത്തും എന്താണോ പഠിപ്പിച്ചത് അതാണ് ദീന് എന്ന് കൃത്യമായി മനസ്സിലാക്കുകയും എന്നിട്ട് അല്ലാഹു തആല ആയത്ത് അവസാനിപ്പിക്കുന്നത് ദാലികും വസ്സാകും ബിഹി, ഇതാണ് നിങ്ങൾക്ക് ഉപദേശമായി നൽകാനുള്ളത്. ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാവാൻ വേണ്ടി, നിങ്ങൾ യഥാർത്ഥ മുത്തഖീങ്ങളാവാൻ വേണ്ടി ഈ പ്രവാചകന്റെ റൂട്ട് നിങ്ങളൊക്കെ ശ്രദ്ധിക്കണമെന്നും അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് എന്താണോ മാതൃകയാക്കിയത് അതിൽ മാതൃകയിലുണ്ടോ എങ്കിൽ അത് നമുക്ക് സ്വീകരിക്കാം, ഒരു വിരോധവുമില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ റൂട്ടിൽ അതില്ലേ എങ്കിൽ നമുക്കത് കൈയൊഴിക്കാം. ഇതൊക്കെ പറയുന്ന സമയത്ത് പല ആളുകൾക്ക് വസ്വാസുണ്ടാക്കാൻ വേണ്ടി പറയുന്ന ഒരു കാര്യമാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്തില്ലാത്ത പലതും നമ്മളൊക്കെ ഉപയോഗിക്കുന്നില്ലേ. ഇപ്പൊ ഞാൻ ഈ സംസാരിക്കുന്ന മൈക്ക റസൂലുള്ളാഹിന്റെ കാലത്തില്ല, നമ്മൾ മൈക്കയിൽ സംസാരിക്കുന്നില്ല. അല്ലെങ്കിൽ റസൂലുള്ള ഇതുപോലെ കയ്യിൽ വാച്ച് കെട്ടിയിരുന്നോ, അല്ലെങ്കിൽ ഇതുപോലെ ഗ്ലാസ് കണ്ണട വെച്ചിരുന്നോ, ഇങ്ങനെയൊക്കെയുള്ള പല ചോദ്യങ്ങളാണ് പല ആളുകളും ചോദിക്കാറുള്ളത്. നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത് പ്രവാചകൻ പഠിപ്പിക്കുന്നത് മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ, എന്റെ ഈ ദീനിന്റെ കാര്യത്തിൽ പരലോകത്ത് പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മുടെ സംസാരം. അതാണ് ബിദ്അത്ത് എന്ന് പറയുന്നത്. പരലോകത്ത് പുണ്യം കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ. ഈ മൈക്ക് ഇവിടെ ഉപയോഗിച്ചാൽ മൈക്ക് ഉപയോഗിച്ചതുകൊണ്ട് പരലോകത്ത് പുണ്യം കിട്ടുമെന്ന് നമ്മളാരും വിചാരിക്കുന്നില്ല. അല്ലെങ്കിൽ കയ്യിൽ വാച്ച് കെട്ടിയാൽ അതിനൊരു പ്രത്യേക കൂലിയാണെന്ന് ആരും വിചാരിക്കുന്നില്ല. അല്ലെങ്കിൽ പാൻറ് ഉടുത്താൽ അതിനൊരു പ്രത്യേക കൂലി, അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ അതിന്റെ പ്രത്യേക കൂലി എന്ന് നമ്മളാരും വിചാരിക്കുന്നില്ല. അങ്ങനെ കൂലി കിട്ടുമെന്ന് വിചാരിക്കുകയാണെങ്കിൽ അതും ബിദ്അത്തായിട്ട് തന്നെയാണ് നമ്മൾ കാണേണ്ടത്. നമ്മളുടെ ഉദ്ദേശം അതല്ല. മറിച്ച് ദീനിലേക്ക് ബിദ്അത്തുകളായിട്ട് എന്തൊക്കെ കൊണ്ടുവന്നോ അതുകളൊക്കെ ബിദ്അത്തായിട്ട് അത് തള്ളപ്പെടണമെന്നാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിപ്പിച്ചത്. അഥവാ മതത്തിന്റെ ആചാരം എന്ന നിലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്തത് ദീനിലേക്ക് കൊണ്ടുവന്നാൽ അത് തള്ളണം എന്നതാണ് പ്രവാചകൻ ആ പഠിപ്പിച്ചതിന്റെ ചുരുക്കം. അതുകൊണ്ട് കൃത്യമായി മനസ്സിലാക്കിയിട്ട് പ്രവാചക സ്നേഹം എന്ന് പറയുന്നത് മഹാന്മാരായ സ്വഹാബത്ത് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. പ്രവാചകന്റെ കൽപ്പനകൾ മുഴുവൻ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് പ്രവാചകൻ ആ രൂപത്തിൽ കൃത്യമായി അനുസരിച്ചുകൊണ്ട് പ്രവാചകൻ വിരോധിച്ച കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് ഈ രൂപത്തിലാണ് പ്രവാചകനെ പിൻപറ്റേണ്ടതും പ്രവാചകനെ സ്നേഹിക്കേണ്ടതും എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല പ്രവാചകൻ പഠിപ്പിച്ച യഥാർത്ഥ റൂട്ടിലൂടെ മുന്നോട്ട് പോകാൻ നാം ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തുകൾ വിസ്മരിക്കുകയും എന്നിട്ട് സമൂഹത്തിലേക്ക് ബിദ്അത്തുകൾ ചെയ്തു കൂട്ടാനും ആളുകളെ പ്രേരിപ്പിക്കുന്ന പ്രധാനമായ കാര്യം മതത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ തന്നെയാണ് എന്നതാണ് കൃത്യമായി നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത്. പ്രവാചകൻ ഈ സമൂഹത്തോട് ഏത് രൂപത്തിലാണ് കാര്യങ്ങൾ പഠിപ്പിച്ചത് എന്നും ഇസ്ലാമിന്റെ അടിസ്ഥാനങ്ങൾ എന്തൊക്കെയാണ് എന്നും കൃത്യമായി മനസ്സിലാക്കുമ്പോഴാണ് ഇസ്ലാമിൽ ബിദ്അത്തുകൾക്കുള്ള നാശത്തെക്കുറിച്ച് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ അതൊന്നും കൃത്യമായി മനസ്സിലാക്കാതെ പലരുടെയും തെളിവുകൾ എന്ന് പറയുന്നത് കാരണവന്മാരുടെ സമ്പ്രദായങ്ങളും നാട്ടാചാരങ്ങളുമാണ്.
നമ്മളൊക്കെ ജീവിക്കുന്ന സമയത്ത് നാട്ടിൽ ആചാരങ്ങളുണ്ട് എങ്കിൽ അത് തന്നെയാണ് ഇസ്ലാമിന്റെ ആചാരങ്ങൾ എന്ന രൂപത്തിൽ ചിന്തിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പല ആചാരങ്ങളെയും നമ്മൾ പരിശോധിച്ചാൽ ആ പല ആചാരങ്ങളും 2-3 നൂറ്റാണ്ടുകൾക്ക് അപ്പുറത്തേക്ക് അതൊന്നും പോവുകയില്ല എന്നത് നമുക്ക് കാണാൻ സാധിക്കും. സ്വഹാബത്തിന് പരിചയമില്ല എന്ന് മാത്രമല്ല, 2-3 നൂറ്റാണ്ടുകളുടെ മുമ്പുള്ള ആളുകൾക്ക് പോലും ആ കാര്യങ്ങളൊന്നും പരിചയമുണ്ടാവുകയില്ല. ഇതേ രൂപത്തിലാണ് നാട്ടിൽ ഇന്ന് നടക്കുന്ന പല ആചാരങ്ങളും എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എങ്കിൽ പ്രവാചകന്റെ കാലത്തുള്ള കാര്യങ്ങളാണ് എങ്കിൽ അതെത്ര നൂറ്റാണ്ടുകൾ ബാക്കോട്ട് പോയാലും നമ്മളത് പരിശോധിച്ചാൽ അതിനവിടെ തെളിവുകൾ കാണാൻ സാധിക്കും. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളൊക്കെ ജുമാക്ക് പങ്കെടുക്കുന്നു. എന്തുകൊണ്ടാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം മുതൽക്ക് ജുമാക്ക് പങ്കെടുക്കുക എന്നുള്ള ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. മയ്യിത്ത് കുളിപ്പിക്കുന്നു, അല്ലെങ്കിൽ മയ്യിത്ത് കഫൻ ചെയ്യുന്നു, അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നു. എന്തുകൊണ്ട്? പ്രവാചകന്റെ കാലഘട്ടം മുതൽക്ക് അതങ്ങനെ നടന്നു വരുന്നുണ്ട്. എന്നാൽ നമ്മൾ ഈ ബിദഅത്തുകളെ കുറിച്ചൊക്കെ ഒന്ന് പരിശോധിച്ചാൽ ഈ ബിദഅത്തുകളൊക്കെ 2-3 തലമുറകൾ അല്ലെങ്കിൽ 2-3 നൂറ്റാണ്ടുകൾ അപ്പുറത്തേക്കൊന്നും പലതും കാണാൻ സാധിക്കുകയില്ല. ഇനി ഈ മീലാദുൻ നബിയെ കുറിച്ച് പറയുന്നത് തന്നെ അത് അംഗീകരിക്കുന്ന ആളുകൾ പറയുന്നത് പോലും അത് ഹിജ്റ 300 ശേഷം വന്നതാണ് എന്നാണ്. അഥവാ ഹിജ്റ 1-ാം നൂറ്റാണ്ടിൽ മഹാനായ പ്രവാചകന്റെയും സ്വഹാബത്തിന്റെയും ഉത്തമ തലമുറ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കാലഘട്ടത്തിലൊന്നും അതുണ്ടായിരുന്നില്ല എന്ന് ഇത് അംഗീകരിക്കുന്ന ആളുകളും സമ്മതിക്കുന്നു. ഹിജ്റ 300 എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായി 300-ലധികം വർഷങ്ങൾ കഴിഞ്ഞിട്ട് വന്നു എന്നാണ് ആ പറയുന്നതിന്റെ താല്പര്യം. അതുകൊണ്ട് തന്നെ മഹാന്മാരായ സ്വഹാബത്തിന് പരിചയമില്ല, പിൽക്കാലത്തുള്ള താബികൾക്ക് പരിചയമില്ല, തബഉ താബിങ്ങൾക്ക് പരിചയമില്ല, മദ്ഹബിന്റെ ഇമാമിങ്ങൾക്ക് ആർക്കും ഇത് പരിചയമില്ല. അങ്ങനെയുള്ള ഒരു കാര്യമാണ് നമ്മുടെ മുൻതലമുറക്ക് പരിചയമുണ്ട് എന്നതിന്റെ പേരിൽ നമ്മുടെ നാട്ടിൽ ആചാരമായി നിലകൊള്ളുന്നത്. ഇങ്ങനെയാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്ന പല ബിദഅത്തുകളുടെയും അവസ്ഥ. അതിന്റെ ഒക്കെ അഡ്രസ്സ് നമ്മളൊന്ന് പിന്നോട്ട് പരിശോധിച്ചാൽ അത് അവിടെ ഒന്നും കാണാൻ കഴിയുകയില്ല. ഇതേ രൂപത്തിലുള്ളതാണ് തെളിവുകളെങ്കിൽ ഇസ്ലാമിൽ ഒരിക്കലും അത് മാതൃകയാക്കാനും നമുക്ക് നിർവാഹമില്ല. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ നാളെ പരലോകത്തുള്ള ഒരു അവസ്ഥയെക്കുറിച്ച് കൃത്യമായി നമുക്ക് വിവരിച്ചിരുന്നുണ്ട്. അല്ലാഹു തആല പറയുന്നു, നോക്കൂ, നാളെ പരലോകത്ത് മനുഷ്യർ വിലപിക്കുന്ന ചില വിലാപത്തെക്കുറിച്ച് അല്ലാഹു തആല പറയുന്നു, യാ ലൈതനാ അത്വഅനല്ലാഹ വഅത്വഅന റസൂല. അവിടെ വെച്ചിട്ട് ആളുകൾ വിലപിക്കും. നാളെ പരലോകത്തെത്തുന്ന സമയത്ത് ആളുകൾ വിലപിക്കും, യാ ലൈതനാ അത്വഅനല്ലാഹ വഅത്വഅന റസൂല. ഞങ്ങൾ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ച് ജീവിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നും മാത്രമല്ല, വഖാലു, അവരവിടെ വെച്ച് വേവലാതിയായിക്കൊണ്ട് അവർ പറയുന്നത്, റബ്ബനാ ഇന്നനാ അത്വഅനാ സാദതനാ വകുബറാഅനാ ഫഅളല്ലൂന സബീല എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. അഥവാ അവര് പറയുന്നത്, റബ്ബനാ ഇന്നനാ അത്വഅനാ സാദതനാ വകുബറാഅന. പടച്ചവനെ, ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിലെ നേതാക്കളെയും സമൂഹത്തിലെ കാരണവന്മാരെയും സമൂഹത്തിലെ ആചാരങ്ങളെയും ഒക്കെ പിൻപറ്റിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ജീവിച്ചു പോയത്. ഫഅളല്ലൂന സബീല. അങ്ങനെ അവരാണ് ഞങ്ങളെ വഴികേടിലാക്കിയത് എന്ന് പരലോകത്ത് മഹ്ശറയിൽ വെച്ച് അവര് വിലപിച്ചു പറയുമെന്നും, എന്നിട്ട് അവര് പറയുന്ന രോഷം നോക്കൂ, റബ്ബനാ ആതിഹിം ലൈഫൈനി മിനൽ അദാബ്. പടച്ചവനെ, അതുകൊണ്ട് ഞങ്ങളെ പേപ്പിച്ച ഒരു വിഭാഗം ആളുകൾ ഞങ്ങളുടെ നാട്ടിലുണ്ട്. ആ ആളുകൾക്ക് ശക്തമായ ശിക്ഷ, ഞങ്ങളുടെ ഇരട്ടിയായ ശിക്ഷ അവർക്ക് നീ നൽകണമേ എന്ന് അവിടെ വെച്ച് ആളുകൾ വിലപിക്കുമെന്നും വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ റൂട്ട് എന്ന് പറയുന്നത് അള്ളാഹുവും റസൂലും സ്വഹാബത്തും നമ്മെ പഠിപ്പിച്ച ഒരു റൂട്ടുണ്ട്. ആ റൂട്ടിലൂടെയാണ് നമ്മളൊക്കെ സഞ്ചരിക്കേണ്ടത്. അതിൽ നിന്ന് വ്യതിചലിച്ചു പോയിട്ടുണ്ട് എങ്കിൽ അത് പ്രവാചകന്റെ മാർഗത്തിൽ നിന്നുള്ള വ്യതിചലനമാണ്. ദീൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രവാചകനെ അല്ലാഹു തആല നിയുക്തനാക്കിയിട്ട് 63 വർഷം കൊണ്ട് പ്രവാചകൻ സമൂഹത്തിന് പഠിപ്പിക്കാൻ ആവശ്യമായ മുഴുവൻ കാര്യങ്ങളും, അതാണ് നേരത്തെ പറഞ്ഞത്, സ്വർഗത്തിലേക്ക് നിങ്ങൾക്ക് അടുക്കാനുള്ള മുഴുവൻ കാര്യങ്ങളും അത് പഠിപ്പിച്ചു തന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ നിന്ന് പോകുന്നത്. നരകത്തിൽ നിന്ന് നിങ്ങളെ ദൂരെയാക്കാനുള്ള മുഴുവൻ കാര്യങ്ങളും അത് നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വീണ്ടും പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ പിൽക്കാലത്ത് ജീവിക്കുമ്പോൾ അഭിപ്രായ ഭിന്നതകൾ നിങ്ങൾ ധാരാളം കാണും. ആ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത്, ഫഅലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫായിർ റാഷിദീൻ,
നിങ്ങൾ എന്റെ ശരീരം എന്താണെന്ന് നോക്കണം, എന്റെ ഖുലഫാഉർ റാഷിദിന്റെ ശരീരം എന്താണ് എന്ന് നോക്കണം. എന്നിട്ട് അതനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങൾക്കൊരു പഴവും നിങ്ങൾക്കൊരു പേടിയുമില്ല എന്നൊക്കെയാണ് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത് എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കി പ്രവാചകന്റെ സുന്നത്തുകളെ കുറിച്ച് കൂടുതൽ പഠിക്കാനും ഇസ്ലാമിന്റെ അധ്യാപനങ്ങളും ആദർശങ്ങളും ആശയങ്ങളുമൊക്കെ കൃത്യമായി പഠിച്ചറിഞ്ഞ് മനസ്സിലാക്കി അത് നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളാനും ആ രൂപത്തിൽ പ്രവാചകനെ സ്നേഹിക്കുന്ന സത്യവിശ്വാസികളിൽ ഉൾപ്പെടാനും നമ്മളൊക്കെ പരമാവധി പരിശ്രമിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ മുന്നോട്ട് പോകാൻ നാം ഏവർക്കും നമ്മുടെ കുടുംബങ്ങൾക്കുമെല്ലാം അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ മുഴുവൻ തെറ്റുകളും അള്ളാഹു തആല നമുക്ക് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മിൽ നിന്ന് രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകളുടെ രോഗങ്ങൾ അള്ളാഹു തആല വേഗത്തിൽ സുഖപ്പെടുത്തി കൊടുക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, കൂട്ടുകുടുംബങ്ങൾ മുഴുവൻ ആളുകളുടെയും പരലോക ജീവിതം അള്ളാഹു റാഹത്തും ബറക്കത്തും നിറഞ്ഞതാക്കി കൊടുക്കുമാറാവട്ടെ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أحسن عواقبنا في الأمور كلها وأجرنا من خزي الدنيا وعذاب الآخرة. اللهم أصلح لنا ديننا الذي هو عصمة أمرنا، وأصلح لنا دنيانا التي فيها معاشنا، وأصلح لنا آخرتنا التي فيها معادنا. وجعل الحياة زيادة لنا في كل خير، وجعل الموت راحة لنا من كل شر. اللهم مغفرتك أوسع من ذنوبنا، ورحمتك أرجى عندنا من أعمالنا. اللهم خفف عنا ثقل الأوزار وارزقنا معيشة الأبرار. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله.